ഹലോ, എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിന ക്വിസ് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 20 ചോദ്യങ്ങളാണ് ഈ ക്വിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LP UP വിഭാഗം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണാം. വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ്, ക്ലാസ്സുകളാണോ, ക്വിസുകളാണോ, അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളാണോ, ഏതാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം അല്ലേ? കമോൺ, ലെറ്റ്സ് ലേൺ ഇറ്റ്. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധമേതാണ്? പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം. മൂന്നാമത്തെ ചോദ്യം, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമേതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്, അതായത് തുടങ്ങിയത് എവിടെ വെച്ചാണെന്നാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് വെച്ചാണ്. അഞ്ചാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ്, ഒരു വർഷമാണിത്. 1919. 1919 എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരായിരുന്നു? അതും ഇതിനോട് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലേ? അത് ജനറൽ ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗിന് ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കേരള ഗാന്ധി കെ കേളപ്പൻ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന അത്രയും സുപ്രസിദ്ധമായ ആ മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാണ്? ഭഗത് സിംഗ്. അതെ, ഭഗത് സിംഗ് ആയിരുന്നു. എട്ടാമത്തെ ചോദ്യം, ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ഒമ്പതാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര്? സുബ്ബറാവു. പത്താമത്തെ ചോദ്യം, കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി. ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്താണ്? നമുക്കറിയാം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 12ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 13ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൽ പാണ്ഡെ. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഖുദിറാം ബോസ്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? പച്ച നിറം സൂചിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയുമാണ്. അതുപോലെ നമ്മുടെ ദേശീയ പതാകയിലെ കുങ്കുമവർണ്ണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തിൻ്റെയും ധീരതയുടെയും സൂചനയാണ് കുങ്കുമനിറം. ഇനി വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? വെള്ള നിറം സൂചിപ്പിക്കുന്നത്, അതെ, നമ്മുടെ നാടിൻ്റെ ശാന്തിയെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന നിറമാണ് വെള്ള നിറം. നടുവിലുള്ള അശോക ചക്രമോ? ചക്രം എന്നാൽ ചലനമാണ്, മൂവ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ് അശോക ചക്രം. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാനാവുന്നില്ലേ? 16ാമത്തെ ചോദ്യം നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യം തന്നെയാണ്. ദേശീയ പതാകയിലെ കുങ്കുമവർണ്ണം
ത്യാഗത്തെയും ധീരതയെയും സൂചിപ്പിക്കുന്നു. 17ാമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? അശോക ചക്രം എന്താണെന്ന് മനസ്സിലായല്ലോ മക്കളെ. അതെ, ദേശീയ പതാകയുടെ നടുവിലുള്ള വീൽ ചക്രമാണ് അശോക ചക്രം. അതിന് 24 ആരക്കാലുകളാണുള്ളത്. ഇനി ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നെഹ്റു ആണ് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം ജനഗണമന ചൊല്ലിത്തീർക്കാൻ നിഷ്കർഷിച്ചിരിക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്, 52 സെക്കൻഡ്സ്. അപ്പം നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. 66 സെക്കൻഡ് കൊണ്ടാണ് വന്ദേ മാതരം ചൊല്ലിത്തീർക്കേണ്ടത്. 20ാമത്തെ ചോദ്യം, ജയ് ഹിന്ദ് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. അപ്പോൾ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച് ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.